വലിയമ്മ പൊടുന്നനെ മൂലയിൽ ചാരി വെച്ചിരുന്ന ചൂലെടുത്ത് കുട്ടിയടത്തിയെ തലങ്ങും വിലങ്ങും അടിച്ചു. ഒന്നുകിൽ നീ നന്നാവണം, അല്ലെങ്കിൽ ചാവണം. കുട്ടിയടത്തിയെ കൊല്ലുമെന്ന് തോന്നി. ഞാൻ പേടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചു. പറയടി, ഇനി ഇത് കേൾക്കോ? വീണ്ടും അടി. കുട്ടിയടത്തിയെ തല്ലണ്ടമ്മ. ഞാൻ എൻ്റെ അമ്മയോട് കരഞ്ഞു പറഞ്ഞു. അവൾക്കത് കൊള്ളണം മൂദേവി. കുട്ടിയടത്തി കരയുന്നില്ല. അടി വീഴുമ്പോൾ വാതിൽ പലക പിടിച്ചുകൊണ്ട് നിന്ന് പുളയുകയാണ്. വീണ്ടും അടി. ഇനി ഇത് കേൾക്കോ? അടി. ഞാൻ ചാവും. നീ ചാവടി. ഞാൻ എൻ്റെ പ്രാണൻ കളയും. നീ ചാവടി. ചൂലിൻ്റെ കെട്ടഴിഞ്ഞ് ഈർക്കിൽ ചിതറി. ഞാൻ അമ്മയുടെ മാറിൽ നിന്ന് മുഖമുയർത്തി നോക്കുമ്പോഴും വാതിൽ പലകയിൽ പിടിച്ചു നിന്ന് കുട്ടിയടത്തി പറയുകയായിരുന്നു, ഞാൻ ചാവും. അന്ന് രാത്രി വീട്ടിൽ ഒച്ചയും അനക്കവും ഉണ്ടായിരുന്നില്ല. ആരും സംസാരിച്ചിരുന്നില്ല. കുട്ടിയടത്തി നടുപ്പുരയിൽ ഒരരികിൽ പായയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നു. വലിയമ്മ ഉണ്ടില്ല. അമ്മ ചെന്ന് വിളിച്ചപ്പോൾ കുട്ടിയടത്തിയും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാനുയടത്തിക്കും ചോറ് വേണ്ട, എനിക്കും ചോറ് വേണ്ട. അമ്മ നിർബന്ധിച്ചു. എനിക്ക് വേണ്ട. പതിവില്ലാത്ത മട്ടിൽ അമ്മ എൻ്റെ തുടയ്ക്കൊരടി വെച്ച് തന്നു. ഒരു കാരണം കിട്ടാൻ ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ കുട്ടിയടത്തിയുടെ പായിൽ ചെന്നു വീണു. കുട്ടിയടത്തി തളർന്ന സ്വരത്തിൽ ചോദിച്ചു, ബാസു ഉണ്ടോ? എനിക്ക് വേണ്ട.